ആകട്ടെ. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി വരുവാൻ, മൂന്നാമത് കുടുംബസംഗമത്തിൽ പങ്കാളികളായി തീരുവാൻ ദൈവം അനുവദിച്ച വലിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, അതുപോലെ മുഖ്യ പ്രസംഗകൻ, മുഖ്യ അതിഥി, അതുപോലെ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, അതുപോലെ തന്നെ നമ്മുടെ ബെനിഫിഷ്യറീസ്, സപ്പോർട്ടേഴ്സ്, എല്ലാവരും ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രിയെ കുറിച്ച് ഞാൻ അല്പം ഒന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഉദ്ഘാടനത്തിലേക്ക് കയറാം എന്ന് ഉദ്ദേശിക്കുകയാണ്. 2006 ഞാനും എൻ്റെ ഭാര്യയും കൂടെ തിരുവല്ലയിൽ ഞങ്ങൾ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞു, നിലമ്പൂരിൻ്റെ ആത്മീയ ഉണർവിന് വേണ്ടി നിലമ്പൂരിൽ പോയി പ്രവർത്തിക്കണം. അങ്ങനെ ഞങ്ങൾ വന്നു, ഒരു സഭ സ്റ്റാർട്ട് ചെയ്തു. ആ സഭ ഏകദേശം 10 വർഷത്തോളം പോയപ്പോഴാണ് ഞങ്ങളോട് ഒരാൾ പറഞ്ഞു, മക്കളെ, നിങ്ങളിങ്ങനെ സഭാപ്രവർത്തനങ്ങൾ മാത്രം കൊണ്ട് നടന്നാൽ നിങ്ങൾ ഒരുപക്ഷെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. കാര്യം സഭയിലെ കുടുംബങ്ങൾ മാത്രം വിസിറ്റ് ചെയ്തു, നിങ്ങൾ തീർന്നു, നിങ്ങളുടെ പരിപാടി തീർന്നു, നിങ്ങൾ വീണ്ടും വളർന്നു എന്ന് ഒരുപാട് ചിന്തകളിലേക്ക്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ നിലമ്പൂർ ഹോസ്പിറ്റലിൽ രോഗികളെ വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി മെഡിസിനൊക്കെ വാങ്ങാനുള്ള പൈസ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അത് ആരംഭിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങളുടെ കയ്യിൽ ഒരാൾ ആദ്യമായിട്ട് കുറച്ച് പണം തന്നു, ഈ മിനിസ്ട്രിക്ക് വേണ്ടി. അങ്ങനെ തന്നപ്പോൾ ആ പണം കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് രോഗികളുടെ എല്ലാവരുടെയും മുഖം ഒരു മുഖമാണ്, എല്ലാവർക്കും ഒരു മുഖച്ഛായ. ഇതിൽ സമ്പന്നനേതാ ദരിദ്രനേതാന്ന് അറിയത്തില്ല. ഞങ്ങളെ ക്യാഷുമായി തിരിച്ചു പോന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ക്യാഷ് തന്നു, മേടിച്ചു പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് മനസ്സിലൊരാഗ്രഹം വരുന്നത്. പുള്ളിയിൽ ഉള്ള ഒരു സ്ഥലത്ത് 3 സഹോദരിമാർ ഒരു വീട്ടിൽ തന്നെ സുഖമില്ലാതെ കിടക്കുന്നു. അത് ഒരാൾക്ക് ഓട്ടിസം, ഒരാൾക്ക് മൈലറ്റീസ്, ഒരാൾക്ക് കാലിന് ബുദ്ധിമുട്ട്. അവരിവിടെ വന്നിട്ടുണ്ടാവും. ഉണ്ടോ ചേച്ചി? ഇവിടെ പുള്ളിയിലുള്ള ചേച്ചി വന്നിട്ടുണ്ടോ? എത്തിയില്ല. എത്തിയോ? ചേച്ചി എത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ കുടുംബത്തിലാണ് ആദ്യമായിട്ട് എൻ്റെ മറ്റേ പണം ഞാൻ മാറ്റി വെച്ചു. അത് അവർക്ക് ഇതിനു വേണ്ടി തന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് ഞാൻ അവർക്ക് ഒരു കിറ്റ് കൊണ്ട് ആദ്യമായിട്ട് കൊടുത്തു. പിറ്റേ മാസമായപ്പോൾ വേറൊരാൾ പറഞ്ഞു, അപ്പുറത്തൊരു വീട്ടിൽ ഒരാൾ കിടപ്പിലുണ്ട്, ആ ആൾക്കും കൂടെ കൊടുത്തു. അങ്ങനെ ഞാൻ അതും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ഞാൻ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളും ചെയ്യാം ഓരോന്ന്. അങ്ങനെ ഓരോരുത്തരെ ആഡ് ചെയ്തു. ചിലർ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്തു, പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു, പല ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ 17-18 ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ പതുക്കെ ഓരോ സപ്പോർട്ടേഴ്സ് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പണം മേടിച്ച ആളോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ചെയ്തോളാം. അങ്ങനെയാണ് ഈ മിനിസ്ട്രി ഉണ്ടായി വരുന്നത്. അതായത് ഞങ്ങളിത് പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല. അങ്ങനെ ഇതിനിടയിൽ സംസാരിക്കരുത്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, സംസാരിക്കണം. അപ്പോൾ ഈ മിനിസ്ട്രി ഇങ്ങനെ വളർന്നു, കർത്താവ് ഇങ്ങനെ വളർത്തി. കൊറോണ സമയത്ത് 60 കിറ്റയിൽ വന്നു നിന്നു. അപ്പോഴും സപ്പോർട്ടേഴ്സ് ആരും സപ്പോർട്ട് നിർത്തിയില്ല. സപ്പോർട്ടേഴ്സ് എല്ലാവരും ആ സമയങ്ങളിൽ, കൊറോണ സമയം, ബുദ്ധിമുട്ടിൻ്റെ സമയങ്ങളിൽ വരച്ചു. കൊറോണ സമയം കഴിഞ്ഞ് ഒരു പത്രം വന്ന് റിപ്പോർട്ട് ചെയ്തു, അത് ലോക രാജ്യങ്ങൾ അറിഞ്ഞു. ആ പത്രത്തോടുള്ള നന്ദിയും സ്നേഹവും ഞാനിപ്പോൾ അറിയിക്കുകയാണ്. ഹല്ലേലൂയ മാഗസിനാണ്. അത് നേരെ 85-ലേക്കും 100-ലേക്കും ഒക്കെ കയറി. പിന്നീട് ഇന്നിപ്പോൾ ഏകദേശം എന്നല്ല 145 കിറ്റാണ്. ഇങ്ങനെ അരിയില്ലാതെ ഏകദേശം 20 കിലോയോളം വരുന്ന 145 കിറ്റാണ് ഇന്ന് എല്ലാ വീടുകളിലും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഞങ്ങൾ 140 എന്നാണ് ഞങ്ങളുടെ സപ്പോർട്ടേഴ്സിനോട് പറയുന്നത്. 5 എണ്ണം എപ്പോഴും കുറച്ചേ പറയാറുള്ളൂ. 145 കിറ്റ് ഇന്ന് പുറത്തിരിപ്പുണ്ട്. 145 ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാസവും. ഒരിക്കലും ഒരാൾ ഞാൻ എറണാകുളത്ത് ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി പോയി അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എനിക്ക് വിദേശത്തു നിന്ന് ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, 2000 രൂപ വെച്ച് ഞാൻ മാസം തരും. ഞാൻ പറഞ്ഞു, കിറ്റിനാണോ? അല്ല, കിറ്റിനല്ല. പിന്നെ എന്തിനാ? അപ്പോൾ എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞു, വേറെ എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ ഇപ്പോൾ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, മെഡിസിൻ കൊടുക്കണം 2000 രൂപ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹാർട്ട് പേഷ്യൻസിന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ട് ഹാർട്ട് പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ 2 പേര് ഹാർട്ട് പേഷ്യൻസ് വന്നു. അങ്ങനെയാണ് മെഡിസിൻ തുടങ്ങിയത്. ഇന്ന് 17 കുടുംബങ്ങളിൽ മെഡിസിൻ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയാണ്. അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. ഇന്ന് 17 കുടുംബങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സഭയിൽ ഏറ്റവും ഈ സ്വർഗീയമന്ന ചർച്ച, എംപീരിയൽ ബാങ്കറ്റിന്റെ ചർച്ചയിൽ ഏറ്റവും നിർധരായ കുടുംബങ്ങൾക്ക് ഒരു പെൻഷൻ പ്രോഗ്രാം ഉണ്ട്. ഇന്ന് 7 കുടുംബങ്ങളിൽ 1000 രൂപ വെച്ച് ഒരു പെൻഷൻ പ്രോഗ്രാമും കൂടെ ഈ സഭ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ മറ്റൊരു കുടുംബം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പണം തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനം മറ്റെന്തെങ്കിലും തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റെന്തെങ്കിലും തുടങ്ങണമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു എന്തെങ്കിലും പ്രൊജക്റ്റ് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൊജക്റ്റ് വെച്ച് അവരോട് പറഞ്ഞു ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. ഇന്ന് നിലമ്പൂർ പ്രദേശത്ത് എല്ലാ സാധനങ്ങളുമുള്ള ഒരു ഏറ്റവും നല്ല പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആണ് സ്വർഗീയ മന്ന ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നടക്കുന്നത്. ഏകദേശം 11 ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ്, 10 കട്ടിലുകൾ, ഇഷ്ടംപോലെ വാക്കറുകൾ, വീൽ ചെയറുകൾ എല്ലാമുള്ള ഒരു പാലിയേറ്റീവ് ആണ് ഇന്ന് സ്വർഗീയ മന്നയ്ക്കുള്ളത്. അത്രയും ദൈവം അവിടെ വരെ എത്തിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഷിനോയ് പാസ്റ്റർ ഇത്രയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മറ്റെന്തെങ്കിലും കൂടെ തുടങ്ങണം. എൻ്റെ കയ്യിൽ ഒരു സംഘടനയുണ്ട്, ആ സംഘടനയോട് ഞാൻ പറഞ്ഞു തയ്യൽ കേന്ദ്രം തുടങ്ങണം. അപ്പോൾ എന്നോട് പറഞ്ഞു 40 കുട്ടികളെ പഠിക്കാൻ വേണം 6 മാസത്തേക്ക്. ഞാൻ പറഞ്ഞു അത് ആദ്യം ഞാനൊന്ന് നോക്കട്ടെ, പിന്നെ പറയാം നമുക്കെന്ന് പറഞ്ഞു. കിട്ടുമോ ഇല്ലയോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പൺ എയർ ക്യാമ്പയിനേഴ്സിന്റെ നേതൃത്വത്തിൽ ഷിനോയ് പാസ്റ്റർ മുഖാന്തരം ഓപ്പൺ എയർ ക്യാമ്പയിനേഴ്സിന്റെ നേതൃത്വത്തിൽ സ്വർഗീയ മന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ്, ഒരു സ്റ്റിച്ചിങ് സെന്റർ, പഠിപ്പിക്കുന്ന ഒരു സെന്റർ ഇന്ന് ഇവിടെയുണ്ട്. 6 മാസം 40 കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നു. അതിന്റെ പ്രത്യേകത തുണി, നൂല്, ബാക്കി എല്ലാ സാധനങ്ങളും അഡ്മിഷൻ ഫീസ് പോലും ഇല്ലാതെ 6 മാസം കൊണ്ട് 40 കുട്ടികളെ ട്രെയിൻ ചെയ്ത് പുറത്തിറക്കുന്ന ഒരു നല്ലൊരു സംഘടനയായി 2 ബാച്ചുകൾ ഇവിടെ ഇറങ്ങിപ്പോയി. അടുത്ത 3ാമത്തെ ബാച്ചിന്റെ ഗ്രാജുവേഷൻ അടുത്ത മാസം നടക്കുകയാണ്. 4ാമത്തെ ബാച്ചിലേക്ക് ഞങ്ങൾ ആദ്യം 40 കിട്ടുമോ എന്ന് പേടിച്ചപ്പോൾ 120 പേര് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് 40 പേരെ മതി. അങ്ങനെ ആ ലെവലിലും ദൈവം ഈ സംഘടനയെ ആ ലെവലിലും ഉയർത്തി. അപ്പോഴാണ് മറ്റൊരാള് ഞങ്ങളോട് വന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് 1 വാഹനം പോരാ, 2 വാഹനം വേണം. ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് 1 വാഹനം മതി, പോരാ, നിങ്ങൾക്ക് 2 വാഹനം വേണം. അദ്ദേഹം പറഞ്ഞു 2 വാഹനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തിനാ? നിങ്ങൾ കിടപ്പിലായ രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അത് അവർക്ക് പെട്രോൾ മാത്രം അടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അങ്ങനെ നമുക്ക് കഴിഞ്ഞ ഈ വർഷം ഒരു ഈക്കോ വാഹനം ഒരാൾ സ്പോൺസർ ചെയ്തു. അദ്ദേഹം നമുക്കത് തന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതിന്റെ ആ വാഹന സൗകര്യം ഉപയോഗിച്ച ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതിനാ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ പുതിയത് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എവിടുന്നാ പണം വരുന്നതെന്ന് എനിക്കും അറിയത്തില്ല. പണം വേണം. ഞാനിങ്ങനെ എൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ എഴുതാറുണ്ട്, ഇത് ഇങ്ങനെയൊക്കെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നിങ്ങളത് ചെയ്യണം, അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ ഈ എഴുതിക്കൊണ്ടിരുന്നു ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങണമെന്ന്. ഫിസിയോതെറാപ്പി യൂണിറ്റ്. ഒരു കുടുംബം പറഞ്ഞു, ഞങ്ങളുടെ വീടും സ്ഥലവും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായി ഞങ്ങൾ വിട്ടുതരാം, വാടകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് തന്നിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ തന്നെ അവരുടെ മക്കൾ 2 പേര്, അതിന് 5 ലക്ഷം രൂപ ആവശ്യമാണ്. അതിന്റെ ഏകദേശം പകുതിയോളം രൂപയും കൂടെ കിട്ടി. ഏകദേശം മെയ് മാസത്തോടു കൂടി നമുക്കൊരു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവിടെ ആരംഭിക്കത്തക്കവണ്ണം ദൈവം അതിനുള്ള